നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 മാർച്ച് മാസത്തിൽ തുലാൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ കുജൻ, കന്നിയിൽ സിഹി, കുംഭത്തിൽ ശനി, സൂര്യൻ. മാർച്ച് 14 വരെ സൂര്യൻ കുംഭൻ രാശിയിലും ശേഷം മീനൻ രാശിയിലുമായിരിക്കും സ്ഥിതി ചെയ്യുക. ശനി മാർച്ച് 29 മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും. മീനത്തിൽ ബുധൻ, ശുക്രൻ, സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത്. തുലാൻ രാശി. ചിത്തിരേര, ചോതി, വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. തുലാൻ രാശിയുടെ 11ാം ഭാവാധിപനായ സൂര്യൻ മാർച്ച് മാസത്തിൽ തുലാമിൻ്റെ 5, 6 ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 5ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം മനഃചാഞ്ചല്യവും പരിഭ്രമവും ശത്രുഭയവും രോഗഭയവും ഉണ്ടാകാം. ആരോഗ്യസ്ഥിതി മോശമാകാം. ധനച്ചിലവുകളും സ്നേഹിതരെ കൊണ്ടും മക്കളെ കൊണ്ടും ക്ലേശങ്ങളും ഉണ്ടാകാം. എന്നാൽ മാർച്ച് 14 ശേഷം സൂര്യൻ്റെ ഇഷ്ടഭാവമായ 6ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾ എല്ലാം മാറും. സന്തോഷവും ശത്രുനാശവും ധനലാഭവും രോഗനാശവും കാര്യലാഭവും ലോകബഹുമാനവുമാണ് ലഭിക്കുന്നത്. അങ്ങനെ മാസത്തിൻ്റെ 2ാം പകുതി സന്തോഷപ്രദമായിരിക്കും. ശുക്രൻ്റെ മാളവീയ യോഗവും ബുധൻ്റെ നീചഭംഗ രാജയോഗവും ശനിയുടെ സ്വക്ഷേത്രസ്ഥിതിയും കർമ്മരംഗത്തെ ഉയർച്ചയെ കാണിക്കുന്നു. കർമ്മരംഗത്തെ പുതിയ മാറ്റങ്ങൾക്ക് അവസരമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന പദവികൾ ലഭിക്കും. പ്രശംസയും അംഗീകാരങ്ങളും ലഭിക്കുന്ന സമയം കൂടിയാണ്. കേസ് വഴക്കുകൾ നിശേഷമില്ലാതാകും. 7ാം ഭാവാധിപനായ ചൊവ്വ 9ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവയെല്ലാം ബിസിനസ് രംഗത്തെ വരുമാനവും ഭാഗ്യവും വർദ്ധിപ്പിക്കുന്നു. പക്ഷേ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധ വേണം. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകും. ആദ്യത്തെ 2 വാരം ധാരാളം വിവാഹാലോചനകൾ വരും. അത് ഉറപ്പിക്കാനും കഴിയും. 5ാം ഭാവാധിപനായ ശനി 5ൽ തന്നെയാണ് നിൽക്കുന്നത്. ശനി സ്വക്ഷേത്ര ബലവാനാണ്. മാർച്ച് 29 6ാം ഭാവത്തിലേക്ക് ശനി രാശി മാറും. വിദ്യാർത്ഥികൾക്ക് ഈ സമയം നല്ല ഫലങ്ങളായിരിക്കും നൽകുക. കുട്ടികൾക്ക് ബുദ്ധിശക്തി കൂടുന്ന സമയമാണ്. കുട്ടികൾ മടി കൂടാതെ പഠിച്ചാൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാം. മത്സര പരീക്ഷകളിൽ വിജയിക്കും. ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല സമയമാണ്. പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ്. ചതിയിൽ വീഴാതെ സൂക്ഷിക്കണം. 12ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ചിലവുകളെ സൂചിപ്പിക്കുന്നു. ശനി 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ പുത്രദുഃഖവും സുഖഹാനിയും കൂട്ടുകാരുമായുള്ള തർക്കങ്ങളും ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ശനി ഇവിടെ സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് ദോഷങ്ങൾക്ക് കുറവ് വരും. മാർച്ച് 29 ശനി 6ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത്. 6ാം ഭാവം ശനിക്ക് അനുകൂല ഭാവമാണ്. ഈ 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശനി നല്ല ഫലങ്ങളായിരിക്കും നൽകുക. 6ൽ നീചഭംഗ രാജയോഗത്തോടു കൂടി നിൽക്കുന്ന ബുധൻ അന്നവസ്ത്രാദിലാഭവും ജീവിതസുഖവും സന്തോഷവും നൽകുന്നു. 6ലെ ശുക്രൻ രാജയോഗപ്രദനായിട്ടാണ് നിൽക്കുന്നത്. ഇതും അനുകൂല ഫലങ്ങളായിരിക്കും നൽകുക. 6ലെ സർപ്പൻ ധനലാഭവും സുഖവും നൽകും. 8ൽ സ്ഥിതി ചെയ്യുന്ന ഗുരു ദൈവാധീനം കുറയ്ക്കും. 8ലെ ഗുരു സർക്കാരിൽ നിന്ന് ഭയവും രോഗവും ധനനാശവും കോപവും ദുഃഖവുമാണ് 1 വർഷമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അഷ്ടമഗുരുവിൻ്റെ 2ലേക്കുള്ള ദൃഷ്ടി അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. 9ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ശരീരപീഡയും അപമാനവും നൽകുന്നു. 2025 മെയ് 14 ഗുരു 9ാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തും. പിന്നീട് 1 വർഷത്തേക്ക് നിങ്ങൾക്ക് പുത്രസുഖവും ഗ്രഹസുഖവും ധനലാഭവും തൊഴിലിൽ ഉയർച്ചയുമായിരിക്കും ഉണ്ടാകുക. അങ്ങനെ ഗുരുവും ചൊവ്വയും സിഹിയുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത്. ശനി ഭാഗികമായും പ്രതികൂലനാണ്. 2025 മെയ് 14 വരെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപ്പായസവും, ദേവീക്ഷേത്രത്തിൽ പൗർണമി പൂജയും, ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും നടത്തുക. ശാസ്താവിന് നീരാഞ്ജനവും കൂടി നടത്തിയാൽ എല്ലാ പ്രയാസങ്ങളും മാറും. എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.